السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلي من نفسي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. الحمد لله. നമ്മൾ ആയത്ത് 34 വരെ കഴിഞ്ഞു. ഇന്ന് 35 മുതൽ 37 വരെ ഇൻഷാ അല്ലാഹ്. തഫ്സീർ വിശദീകരണം ഒരുപാടില്ല, നമുക്ക് കുറച്ച് റിഫ്ലക്ഷൻസ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് ശരണം തേടുക. ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ 34 നമ്മൾ കണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് അല്ലേ, ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെയാണ് അതിന് മലായികത്ത് ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ അനുസരിച്ചതെന്നും ഇബ്ലീസിന്റെ അഹങ്കാരം എങ്ങനെയാണ് വർക്കൗട്ട് ആയതെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇനി അതിന്റെ തുടർച്ച നമുക്ക് കാണാമെന്ന് ഇൻഷാ അല്ലാഹ്. ട്രാൻസ്ലേഷനിലേക്ക് പോവാം. 35-ാമത്തെ ആയത്ത്. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. നാം പറഞ്ഞു, ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുക, വിശിഷ്ട വിഭവങ്ങൾ വേണ്ടുവോളം തിന്നുകൊള്ളുക, പക്ഷേ ആ വൃക്ഷത്തോട് അടുക്കരുത്, അടുത്താൽ നിങ്ങൾ ഇരുവരും അക്രമികളായി തീരും. 36. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. എന്നാൽ പിശാച് അവരിരുവരെയും അതിൽ നിന്ന് തെറ്റിച്ചു, അവരിരുവരെയും അവരുണ്ടായിരുന്നിടത്തു നിന്ന് പുറത്താക്കി. അപ്പോൾ നാം കൽപ്പിച്ചു, ഇവിടെ നിന്ന് ഇറങ്ങി പോവുക, പരസ്പര ശത്രുതയോടെ വർത്തിക്കും നിങ്ങൾ, ഭൂമിയിൽ നിങ്ങൾക്ക് കുറച്ചു കാലം കഴിയാൻ ഇടമുണ്ട്, കഴിക്കാൻ വിഭവങ്ങളും. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. അപ്പോൾ ആദം തന്റെ നാഥനിൽ നിന്ന് ചില വചനങ്ങൾ അഭ്യസിച്ചു, അതുവഴി പശ്ചാത്തപിച്ചു, അള്ളാഹു അത് അംഗീകരിച്ചു, തീർച്ചയായും ഏറെ മാപ്പരുളുന്നവനും ദയാപരനുമാണ് അവൻ. നമുക്ക് വേർഡ് അനാലിസിസിലേക്ക് പോവാം. വഖുൽന, നാം പറഞ്ഞു അല്ലെ, അത് അടുത്ത മുമ്പുള്ള ആയത്തിനോട് ചേർത്ത് പറയണം, അതുകൊണ്ടാണ് വാ. യാ ആദം, ഓ ആദമേ, ഉസ്കുൻ, ഇവിടെ ഒരു കൽപ്പനയാണ് അല്ലെ, നീ താമസിക്ക്. സക്കന, സീൻ കാഫ് നൂനാണ്, ഇതൊരു പുതിയ റൂട്ടാണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലാത്ത. സെക്കന എന്ന് പറഞ്ഞാൽ താമസിക്കുക, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പോസ് ചെയ്യുക, അങ്ങനെ ഉള്ള വാക്കാണ് സക്കന. നമ്മൾ ഖുർആൻ ഓതുമ്പോലെ മീം സാക്കിൻ, നൂൻ സാക്കിൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സുക്കൂന്, ഒരു ലെറ്ററിന്റെ മുകളിൽ സുക്കൂൻ വരിക എന്ന് പറയുമ്പോൾ തൽക്കാലം അതിനൊന്ന് സ്റ്റോപ്പ് ചെയ്യലാണ് അല്ലെ, പോസ് ചെയ്യലാണ്. അതേപോലെ നമ്മൾ പറയും നമ്മളുടെ ഹൃദയത്തിന് സുക്കൂൻ ഉണ്ടാവും അല്ലെ, ഹൃദയത്തിൽ സുക്കൂൻ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഹൃദയത്തിന്റെ അകത്ത്, നമ്മളുടെ ഹൃദയത്തിനകത്ത് എന്താ അപ്പൊ സ്റ്റോപ്പ് ആവുന്നത്? നമ്മളെ ഹൃദയം എപ്പോഴും സംഘർഷങ്ങളാണ് അല്ലെ, ആങ്സൈറ്റീസ്, പലതരത്തിലുള്ള വിഷമങ്ങൾ, ഇങ്ങനെ ഇളകി മറയുന്ന ഹൃദയം അതിനൊരു നിശ്ചലത വരാണ്, ഒരു ആശ്വാസം, അപ്പൊ ഒരു നിർത്തല്. അപ്പം ഹൃദയത്തിൽ തൽക്കാലമായിട്ടുള്ള, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു നിർത്തൽ വരുമ്പം, ഒരു സമാധാനം, ശാന്തത വരുമ്പോഴാണ് ഹൃദയത്തിന് എന്ത് കിട്ടുന്നത്? സുക്കൂൻ കിട്ടുന്നത്. ഇതൊക്കെ ഈ സീൻ കാഫ് നൂനിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അതുപോലെ മസ്കൻ, നമ്മൾ താമസിക്കുന്ന വീടുകൾക്ക് മസ്കൻ എന്ന് പറയും അല്ലേ. നമ്മൾ ഒരു ദിവസം രാവിലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ പുറത്തു പോകുന്നവരായിരിക്കും, പലരെയും കാണുന്നുണ്ടാവും, സ്കൂൾ, ഓഫീസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് നമ്മൾ വന്ന് ഒന്ന് അടങ്ങുന്നത്, അല്ലെങ്കിൽ ഒന്ന് നിൽക്കുന്നത് അല്ലെ, ഒന്ന് ആശ്വസിക്കുന്നത് എവിടെയാണ്? നമ്മളുടെ വീടുകളിലാണ്, മസ്കൻ അല്ലെ. അതുപോലെ മിസ്കീൻ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഈ മിസ്കീൻ ഇത് തമ്മിൽ എന്താ ബന്ധം അല്ലെ? ഇതേപോലെ സീൻ കാഫ് നൂൻ തന്നെയാണ് മിസ്കീന്റെ റൂട്ട്. ഖുർആനിൽ നമ്മൾ ഇനിയും പല സ്ഥലങ്ങളിൽ മിസ്കീൻ വരും അല്ലെ. അപ്പൊ മിസ്കീൻ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി, അയാളുടെ
അയാൾക്ക് ആവശ്യങ്ങൾ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യിൽ റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ട്, പണമായിട്ടും അല്ലെ മറ്റു കാര്യങ്ങളായിട്ടും ഇല്ലാത്തത് കൊണ്ട് അയാൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അയാളുടെ ആവശ്യങ്ങൾ നിറവേറാൻ പറ്റുന്നില്ല, അയാളുടെ റെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അയാളെ ലൈഫ് സ്റ്റക്കായി പോവാണ്, അവിടെ നിന്ന് പോവാണ് അല്ലെ. അവന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ പറ്റാതെ നിന്ന് പോവാണ്. അവന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എന്താണ്, എല്ലാം അവന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരു എന്താ പറയുക താൽക്കാലികമായിട്ടെങ്കിലും നിശ്ചലാവസ്ഥയിലായി പോകാനും കാരണം അവന് ആവശ്യമുള്ള വസ്തുക്കളൊന്നും അവന്റെ കയ്യിലില്ല. അതാണ് മിസ്കീൻ. ഇതെല്ലാം സീൻ കാഫ് നൂനിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ് ആദമിന്റെ അടുത്ത് പറയാണ്, നീ താമസിക്കുക. അൻത, നീ, വസൗജുക, ആൻഡ് സൗജ് വൈഫ് അല്ലെങ്കിൽ സ്പൗസ്, ഇണ, ക നിന്റെ, നീയും നിന്റെ ഇണയും, അൽ ജന്നത സ്വർഗത്തിൽ, വകുല നിങ്ങൾ രണ്ടുപേരും കഴിക്കുക. ഇവിടെ കുലയുടെ അവസാനം നമുക്കൊരു അലിഫ് കാണാം അല്ലെ. അപ്പം ഈ ഒരു 2-3 ആയത്തുകളിൽ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ നമുക്ക് ഒരു അലിഫ് വെച്ചിട്ട് നീട്ടുന്നത് കാണാം. ഇത് രണ്ടാളുകൾക്ക് വേണ്ടി പറയുന്നതാണ്. അറബിയിൽ ഏകവചനവും ബഹുവചനവും മാത്രമല്ല, ഇതിന് ഇടയ്ക്കൊരു സംഭവം കൂടെ ഉണ്ട്, ഡ്യുവൽ എന്ന് പറയുന്നത്. രണ്ടു പേരെടുത്ത് പറയുന്ന ഒരു എന്താ പറയാ ഒരു സ്റ്റൈലുണ്ട്. ഓക്കെ, ജംഉം മുഫ്രദും ഉണ്ട്, അതിന്റെ കൂടെ തസ്നിയ എന്ന് പറഞ്ഞിട്ട് രണ്ടു പേരായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുൽ എന്ന് പറഞ്ഞാൽ നീ കഴിക്ക്, കുലു നിങ്ങൾ എല്ലാവരും കഴിക്ക്, കുല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേര് കഴിക്ക്. ഓക്കെ, ഈ ആയത്തുകളിലൊക്കെ ശ്രദ്ധിക്കുക, അവസാനം അലിഫ് വന്നിട്ട് രണ്ടുപേരോട് പറയുന്ന രീതിയിലുള്ള പല കൽപ്പനകളും നമുക്ക് കാണാം. മിൻ ഹ അതിൽ നിന്ന്, ഓക്കെ, സ്വർഗത്തിൽ നിന്ന്, റോദൻ ഇഷ്ടം പോലെ, വേണ്ട പോലെ, ധാരാളം, ഫ്രീ ആയിട്ട്, ഹൈസു എവിടെ നിന്ന് വേണമെങ്കിലും, സ്വർഗത്തില് ധാരാളം ഉണ്ടെന്ന് മാത്രമല്ല സ്വർഗത്തിനകത്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും, എവിടെ നിന്ന് വേണമെങ്കിലും. ഷി തുമ, ഷി തുമ, ഇവിടെ ഷി ഉണ്ട് അല്ലെ. നമ്മൾ ഇൻഷാ അള്ളാ പറയുന്ന ഷീൻ യാ ഹംസ ആണ് ഇവിടെ. ഓക്കെ, ഷി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. നമ്മൾ ഇൻഷാ അള്ളാ എന്ന് പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കല്ലേ, അതിന്റെ ഒരു ഫോമാണ് ഷി എന്ന് പറയുന്നത്. തുമ എന്ന് പറയുമ്പോൾ വീണ്ടും ഇതുപോലെ രണ്ടുപേര്, നിങ്ങൾ രണ്ടുപേര്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്ന പോലെ എവിടെ നിന്ന് വേണമെങ്കിലും അല്ലെ, എത്ര വേണമെങ്കിലും നിങ്ങൾ കഴിച്ചോ. വല, വ എന്ന് പറയുമ്പോൾ ആൻഡ്, എന്നുള്ള പറഞ്ഞ്, ലാ നോ ഡോണ്ട് ഡു പോരുത്, അല്ല അരുത് എന്ന് പറയുന്ന പോലെ. തഖ്റബ, തഖ്റബ എന്ന് പറയുമ്പോൾ ഇവിടെയും അവസാനം ഒരു അലിഫ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്താ വരുത്, സമീപിക്കരുത്. ഖറബ അടുത്തേക്ക് പോവാ. കരീബ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, ഹിന്ദിയിലൊക്കെ ഉണ്ട്. കരീബ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ അടുത്ത് ഉള്ളതിനാണ് കരീബ് എന്ന് പറയാം. ഇവിടെ അവസാനം അലിഫ് വന്നതുകൊണ്ട് രണ്ടുപേരായി, ആദ്യം താ വന്നതുകൊണ്ട് നിങ്ങളെ. അപ്പം തഖ്റബ എന്ന് പറഞ്ഞാല് നിങ്ങൾ രണ്ടുപേരും പോവുക, ലാ തഖ്റബ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പോകരുത്. ഓക്കെ, അടുത്തേക്ക് പോലും പോകരുത്. അടുത്തെന്നുള്ളതാണ് കരീബിന് അല്ലെങ്കിൽ ഖുർബ് നിന്ന് വരുന്നതാണ് തഖ്റബ. ഹാദിഹി ഷജറത്ത, ഹാദിഹി ഇത്, ഷജറ വൃക്ഷം. അപ്പം ഈ വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോലും നിങ്ങൾ പോകരുത്. ഫതകൂന, അങ്ങനെയാണെങ്കിൽ ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ, തകൂന ഇതേപോലെ അവസാനം അലിഫ് ഉണ്ട്. അപ്പം രണ്ടുപേരും നിങ്ങളായിക്കാം, നിങ്ങൾ രണ്ടുപേരും ആയിക്കാം. മിന ദ്വാലിമീൻ, ആര്, ദ്വാലിമീങ്ങള്, ദുൽമ് ചെയ്യുന്നവര്. ദ്വാലിമിന്റെ പ്ലൂറലാണ് ദ്വാലിമൂൻ. മിന വന്നതുകൊണ്ട് അത് ദ്വാലിമീൻ എന്നാവുന്നത് അറബിക് ഗ്രാമറിന്റെ റൂള്. അപ്പം നിങ്ങൾ രണ്ടുപേരും എന്താകും, അക്രമികളിൽ പെട്ടവരായേക്കാം, ദുൽമ ചെയ്യുന്നവരിൽ പെട്ടവരായേക്കാം. അടുത്ത ആയത്ത് 36. ഫഅസല്ലഹുമ, സായി ലാം ലാം ആണ്. സല്ല യസില്ലു എന്ന് പറഞ്ഞാല് സ്ലിപ്പ് ആവുക, ഒരു തെറ്റ് പറ്റിപ്പോവുക, മിസ്റ്റേക്ക് പറ്റിപ്പോവുക. അസല്ല എന്ന് പറഞ്ഞാല് അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഒരാളെ മിസ്റ്റേക്ക് പറ്റിപ്പിക്കുക, ഒരു സ്ലിപ്പ് ആക്കിക്കുക എന്നുള്ളതാണ് അസല്ല. അപ്പൊ അപ്പോൾ അസല്ല അവരെ കൊണ്ട് മിസ്റ്റേക്ക് പറ്റിച്ചു. ഹുമാ വീണ്ടും രണ്ടുപേര്. ഓക്കെ, ഹുമാ എന്ന് പറഞ്ഞാൽ രണ്ടുപേരാണ്. അവരെ രണ്ടുപേരെ കൊണ്ടും എന്താക്ക് വ്യതിചലിപ്പിച്ചു, അതായത് അവരെ രണ്ടുപേരെ കൊണ്ട് സ്ലിപ്പ് ആക്കിച്ചു, മിസ്റ്റേക്ക് പറ്റിച്ചു. ആര്, അഷെയ്ത്തോൻ, ഷെയ്ത്തോന്. അൻഹ അതിൽ നിന്ന്. ഖറജ നമുക്കറിയാം അല്ലെ, പുറപ്പെടുക, പുറത്തേക്ക് വരിക, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനാണ് ഖറജ എന്ന് പറയുന്നത്. അഹ്റജ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവരിക, വേറെ ആരെങ്കിലും
ചെയ്യിപ്പിക്കുന്നതിനാണ് അഹ്റജ. അസല്ല പോലെ തന്നെ. ഓക്കെ, സല്ല എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ആവുക, അസല്ല എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ആക്കുക. ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരിക, അഹ്റജ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവരിക, വേറെ ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതിനാണ്. അങ്ങനെ എന്താക്കി, അഹ്റജ ഹുമ, അവരെ രണ്ടുപേരെയും പുറത്തേക്ക് ആക്കി, പുറത്താക്കി അല്ലെ. അപ്പം ഇബ്ലീസ് ചെയ്യിച്ച പണിയാണിത്. ഫഅസല്ല ഹുമ അഹ്റജ ഹുമ. അവിടെയൊക്കെ ഹുമ അല്ലെങ്കിൽ ഏതൊരു വാക്കിനും ഒരു രണ്ടെന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ അവരെ രണ്ടുപേരെയും പുറത്താക്കി. മിമ്മ, മിൻ പ്ലസ് മാ, ഏതൊന്നിൽ നിന്ന്. ഓക്കെ, ഖാന, അവർ, ഖാന, ഇവിടെ ഇതുപോലെ ഒരു അലിഫ് ഉണ്ട്, അതുകൊണ്ട് രണ്ടുപേരെയാണ് ഉദ്ദേശിക്കുന്നത്. ഖാന, അവർ രണ്ടുപേരുമായിരുന്നു. ഫീഹി, ഏതൊന്നിൽ അവരായിരുന്നോ, അതായത് ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ. ഇവിടുത്തെ അതിൽ എന്ന് പറയുന്നത് ഗ്രാമർ അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നതായിരിക്കും. ജന്ന ആണ്, സ്വർഗ്ഗമാണ് ഉദ്ദേശിച്ചെങ്കിൽ ഫീഹ എന്നാണല്ലോ വരേണ്ടത്. പക്ഷെ ഇവിടെ ഫീഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഈം, അതായത് സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുത്ത കുറെ അനുഗ്രഹങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്ന നഈം എന്നുള്ള വാക്കിനെ ഉദ്ദേശിച്ചിട്ടാണ് ഫീഹി എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അല്ലാത്ത ഗ്രാമർ അറിയാത്ത ആൾക്കാർ ഇതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഫീഹി, അതിലുള്ള, അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട്, സ്വർഗത്തിൽ അവർക്ക് കിട്ടിയിരുന്ന എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും അല്ലെ, അനുഗ്രഹങ്ങളിൽ നിന്നുമാണ് അവരെ എന്താക്കിയത്, പിശാച് നീക്കിയത്. വഖുൽന, നാം പറഞ്ഞു, ഇഹ്ബിതു, ഹ ബ ത, നിങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോ. ഇവിടെ ഇഹ്ബിതു ആണ്, അവസാനം വാവ് ആണ്, വാവ് അലിഫാണ്, പ്ലൂറൽ കമാൻഡ് ആണ് അല്ലെ. ഒന്നിൽ കൂടുതൽ, അതല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആൾക്കാരോടുള്ള കമാൻഡ്. നമ്മൾ ഇന്നലെ ഉസ്ജുദു കണ്ടിരുന്നു അല്ലെ. എല്ലാ മലായിക്കത്തിനോടും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾ സുജൂദ് ചെയ്യുന്ന പറഞ്ഞു. അതേപോലെ ഇവിടെ ഇഹ്ബിതു എന്താണ്, രണ്ടിൽ കൂടുതൽ ആളുകളുണ്ട്, അപ്പൊ എല്ലാരോടും കൂടിയാണ് പറയുന്നത് അല്ലെ. ആരൊക്കെയാണ് അത് എന്നൊക്കെ നമുക്ക് വിശദീകരണത്തിൽ അറിയാം. ബഅ്ദുകും, ബഅ്ദ് എന്ന് പറഞ്ഞാല് ബഅ്ദ് എന്നുള്ള വാക്ക് നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട് അല്ലെ. ബഊദ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യനുമായിരുന്നു, അല്പം, കുറച്ച് അല്ലെ എന്ന അർത്ഥത്തിലാണ് ബഅ്ദ്. അതിൽ നിന്നാണ് ബഊദ ഉണ്ടായിട്ടുള്ളത്, കൊതുക്. അപ്പൊ ബഅ്ദുക്കും എന്ന് വെച്ചാല് കും ഉണ്ട് അല്ലെ അവസാനം, നിങ്ങളിൽ ചിലർ. ഇവിടെ ഒന്നും കുമാ അല്ല കേട്ടോ, ഇവിടെ കുമ്മാണ്. അപ്പം മൂന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളെ ഉദ്ദേശിച്ചാണ്. അപ്പൊ നിങ്ങളിൽ ചിലർ, ബഅ്ദുക്കും ലി ബഅ്ദിൻ, വേറെ ചിലർക്ക്. ഓക്കെ, നിങ്ങളിൽ ചിലര് ചിലർക്ക്. അദുവുൻ, ശത്രുവാണ്, ഐൻ ദാൽ വാവ്. വലക്കും, നിങ്ങൾക്ക് ഉണ്ട്. അതിവിടെ നിങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെയും ഇതുപോലെ നിങ്ങൾ എല്ലാവരുമാണ്. ഫിൽ അർദി, ഭൂമിയിൽ. മുസ്തഖറുൻ, മുസ്തഖറുൻ എന്ന് പറഞ്ഞാൽ ഒരു വാസസ്ഥലം, താമസിക്കാനുള്ള ഒരു സ്ഥലം. ഖാഫ് റാ റാ. വമതാഉൻ, വിഭവവും, അതായത് തൽക്കാലത്തേക്കുള്ള ഒരു മഈഷത്ത് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന വിഭവങ്ങളും അല്ലെങ്കിൽ വിഭവവും അവിടെ ഉണ്ട്. വിഭവവും എന്ന് പറയുമ്പോൾ ഏത് വിഭവവും ആവാം, കാരണം ഇവിടെ അൽ ഇല്ലാത്ത വാക്കാണ് അല്ലെ. നമ്മൾ പറഞ്ഞ അൽ ഉണ്ടാവുമ്പോൾ ഡെഫിനറ്റ്, അത് ഇന്നതാണെന്ന് പറയും. അപ്പൊ മതാഉൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വിഭവം, അത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്തോ അതൊക്കെ അവിടെ ഉണ്ട്. ഇലാഹീൻ, ഒരു നിശ്ചിത സമയം വരെ. ഓക്കെ, ഒരു പ്രത്യേക സമയം വരെയാണ് എന്ത്, നിങ്ങൾക്ക് ഈ പറഞ്ഞ മുസ്തഖറും മതാഉം ഉള്ളത്. ആരും ദുനിയാവിൽ പെർമനന്റ് ആയിട്ടുള്ള താമസത്തിന് വന്നതല്ലല്ലോ അല്ലെ. തുടർന്ന് 37-ാമത്തെ ആയത്തില് അപ്പോൾ തലക്ക, ആദം കൈക്കൊണ്ടു, അവൻ സ്വീകരിച്ചു, അവന് കിട്ടി എന്നൊക്കെയുള്ള അർത്ഥം. ആദം മിർ റബ്ബിഹി, അവന്റെ റബ്ബിൽ നിന്ന്. ഹി, അവന്റെ റബ്ബ്, റബ്ബ് മിൻ, നിന്ന്. അപ്പൊ മിൻ റബ്ബിഹി എന്ന് പറഞ്ഞാൽ അവന്റെ റബ്ബിൽ നിന്ന്. കലിമാത്തിൻ, ഇവിടെ കലിമ എന്ന് പറഞ്ഞ വാക്ക്, കലിമാത്ത് എന്ന് പറഞ്ഞാൽ വാക്കുകൾ, പ്ലൂരലാണ്. അപ്പം ചില വാക്കുകൾ ആദം സ്വീകരിച്ചു അവന്റെ റബ്ബിൽ നിന്ന്. ഫതാബ അലൈഹി, എന്നിട്ട് താബ എന്ന് പറഞ്ഞാൽ താബ യതൂബു, തൗബയിൽ നിന്ന് വരുന്ന വാക്കാണ്. ഓക്കെ, അപ്പം അങ്ങനെ അവൻ എന്താണ്, അവൻ എന്ന് പറയുന്നത് അള്ളാഹു അവനിലേക്ക് കനിഞ്ഞു മടങ്ങി എന്നാണ്. എന്താ, അള്ളാഹു ആദമിലേക്ക് കനിഞ്ഞു മടങ്ങി, അതായത് അള്ളാഹു ആദമിന്റെ പശ്ചാത്താപം സ്വീകരിച്ചു. കുറച്ചും കൂടെ വിശദീകരണം നമുക്ക് തഫ്സീറിൽ കാണാം ഈ താബ അലൈഹി എന്നുള്ള വാക്കിന്. ഓക്കെ, ഇന്നഹു, നിശ്ചയമായും അവൻ, ഹുവ, അവൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇന്നഹു അല്ലെങ്കിൽ ഇന്ന പ്ലസ് ഒരു എന്താണ് സർവനാമം ഉപയോഗിച്ചിട്ട് അതിനെ വീണ്ടും ഉപയോഗിക്കുമ്പം അത് ഡബിൾ സ്ട്രെസ് ആണ് അല്ലെ. ഇന്നക, അൻത, ഇന്നഹു, ഹുവ, ഇന്നഹും, ഹും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇവിടെ ഇന്നഹു ഹുവ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അവൻ തന്നെയാണ്. ആര്? അത്തവാബ്. അത്തവാബ് എന്ന് പറഞ്ഞാല് എന്താണ്, മടങ്ങുന്നവൻ. തവാബിന്റെ വിശദീകരണം നമുക്ക്
തഫ്സീറിൽ കാണാം അതെങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്നുള്ളത്. അർ-റഹീം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ഓൾവേസ് ഓൾ, എപ്പോഴും എല്ലാത്തിനോടും കാരുണ്യമുള്ളവൻ അല്ലെ. വെറുതെ ഒരു കരുണാനിധി എന്ന് പറഞ്ഞാൽ പോരാ, എപ്പോഴും എല്ലാം എന്നുള്ളത്, ഓൾവേസ് ആൻഡ് ഓൾ എന്നുള്ളത് അൽ ഫഈൽ എന്നുള്ള ഫോർമാറ്റിന്റെ പ്രത്യേകതയാണ്. അപ്പം അത്രയാണ് വാക്കർത്ഥങ്ങൾ. നമുക്ക് തഫ്സീറിന്റെ പാട്ടിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. ഫസ്റ്റ് ആയത്ത് വഖുൽനായ ആദം അല്ലെ, അവിടെ തുടങ്ങാം. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് വഖുൽന, ആൻഡ് ഞാൻ പറഞ്ഞു അല്ലെ, നാം പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, യാ ആദം, ഓ ആദമേ, ഉസ്കുൻ, നീ ജീവിക്കും, നീ താമസിക്കും. അപ്പൊ അള്ളാഹു പറയാണ് നീ താമസിക്കുന്ന ആദമിനോട് അല്ലെ, അൻത, നീയും, വസൗജുക, നിന്റെ ഇണയും, നിന്റെ ഭാര്യയും, നിങ്ങൾ രണ്ടുപേരും എവിടെ, അൽ ജന്നത, സ്വർഗത്തില് അല്ലെ, നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിൽ ജീവിക്കുക. ആരാണ് ആദം അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ? ഹവ്വ അല്ലെ. ഹവ്വ എന്നെങ്ങനെ എഴുതുക? ഹ, അതായത് ഹയാത്തിന്റെ ഹ, വാവ്, അലിഫ്, ഹംസ. ഓക്കെ, ഹവ്വ. അപ്പം ആദമും ആദം അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഹവ്വയും നിങ്ങൾ രണ്ടുപേരും എന്താക്കുക, ജീവിക്കുക സ്വർഗത്തില്. ഏത് സ്വർഗമാണ് അല്ലെങ്കിൽ ഏത് ജന്നയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ജന്ന എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം തോട്ടം അല്ലെ, ഗാർഡൻ ആണെന്ന്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിക്കുന്നത് ജന്നാത്തുൽ ഖുൽദ് തന്നെയാണോ? അതായത് എന്നേക്കും മനുഷ്യന്മാരെ ജീവിക്കുന്ന അല്ലെ, ഖാലിദീന ഫീഹ അബദ എന്ന് പറയുന്ന ആ ജന്ന തന്നെയാണോ ആദം അലൈഹി ഇസ്ലാമും ഹവ്വായും ഇപ്പം താമസിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അനുവാദം കൊടുത്തിട്ടുള്ളത്? കാരണം നമുക്കറിയാം ജന്നാത്തുൽ ഖുൽദില് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് പിന്നെ പുറത്തേക്ക് വരുന്നില്ല അല്ലെ, അത് എന്നേക്കുമാണ്. പക്ഷെ ഇവിടെ എന്താ, ഇവരെ ഇവിടുന്ന് പുറത്താക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഏത് സ്വർഗത്തിലാണ് അവര്? ശരിക്കും ജന്നത്തുൽ ഖുൽദിൽ അല്ലെങ്കിൽ ജന്നത്തില് പ്രവേശിച്ചാല് പുറത്തു വരാത്തത് നമ്മളുടെ യൗമുൽ ഖിയാമ കഴിഞ്ഞിട്ട് ജന്നത്തിൽ പ്രവേശിക്കുമ്പോഴാണ്. ഓക്കെ, യൗമുൽ ഖിയാമ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധി നിർണയം കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ആരും പുറത്തേക്ക് വരൂല. ഇവിടെ ആദം അലൈഹിസ്സലാം മനുഷ്യന്മാര് ഭൂമിയിലേക്ക് വരുന്നതിന് പോലും മുമ്പെയാണ് സ്വർഗത്തിൽ അല്ലെ. അപ്പം അവിടെ അവര് ഏത് സ്വർഗത്തിലാന്ന് ചോദിച്ചാൽ അതേ സ്വർഗത്തിൽ തന്നെയാണ്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ ജന്നത്തുൽ ഖുൽദ് അല്ല, അവിടുന്ന് പുറത്തേക്ക് വരും. ഓക്കെ, പിന്നെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ അവരെ അവിടേക്ക് കൊണ്ടുവന്നത് അല്ലെ? പുറത്തേക്ക് വരും അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരും എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ പിന്നെ അവരെന്തിനു കൊണ്ടുവന്നു? അവർക്ക് ആദരവ് കൊടുക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, അവര് ദുനിയാവിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വർഗം എന്താണെന്ന് ആസ്വദിക്കാൻ വേണ്ടി. ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത. അപ്പം പലപ്പോഴും ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ, ആദം അലൈഹി ഇസ്ലാം ഒരു തെറ്റ് ചെയ്തു, അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും സ്വർഗത്തിലാകുമായിരുന്നു. നമ്മളൊക്കെയും ചില സമയത്തിലെ ഒരു പ്രത്യേകിച്ചൊരു ഉദ്ദേശമൊന്നും ഇല്ലാതെ അത് പറയാറുണ്ട്, അന്ന് ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലായേനെ, ഈ കഷ്ടപ്പാടൊന്നും ഇല്ലായിരുന്നു എന്നല്ലേ. നമുക്കറിയാം അത് ശരിയല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ആദം അലൈഹി ഇസ്ലാമിനെയും ഹവ്വായെയും കുറച്ച് സമയത്തേക്ക് മാത്രമാണ് സ്വർഗത്തിൽ ആക്കിയിട്ടുള്ളത്. അത് അവർക്ക് ആദരവ് കൊടുക്കാനാണ്, ബഹുമാനം കൊടുക്കാനാണ് അല്ലെ. കാരണം നമ്മൾ മുന്നേ ഇതിനു മുമ്പുള്ള ആയത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ. അവരെന്തായാലും ഭൂമിയിലേക്കുള്ളതാണ് അല്ലെ, ഖലീഫമാരായിട്ട് ഞാൻ ഭൂമിയിൽ അവരുണ്ടാക്കാൻ പോവുകയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും അവര് ഭൂമിയിലേക്കുള്ളതാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ താൽക്കാലികമായിട്ട് അവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വർഗത്തില് അവർക്ക് സമയം കൊടുക്കണം. തുടർന്ന് വകുല, നിങ്ങൾ രണ്ടുപേരും കഴിക്കൂ. കുല റൂട്ട് ഹംസ കാഫ് ലാം, അക്കൽ. അക്കൽ എന്ന് പറഞ്ഞാൽ കഴിക്കാം. കുല, രണ്ടുപേര് കഴിക്കാം. എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അലിഫ് അവസാനത്തിൽ ഉള്ളത് കൊണ്ട്. മിൻഹ, അതിൽ നിന്ന്. എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്ന്. എങ്ങനെ കഴിക്കാനാ പറയുന്നത്? റഗദൻ, ഇഷ്ടം പോലെ, ഫ്രീ ആയിട്ട്, ധാരാളമായിട്ട്. റഗദൻ എന്ന വാക്കിന്റെ റൂട്ട് റ ഐൻ ദാൽ. റഗദ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ എളുപ്പമുള്ളത്, ധാരാളമുള്ളത്. ഓക്കെ, അതായത് സംഭവം ഒരുപാടുണ്ട്, എന്നാൽ നമ്മളെ കയ്യിൽ എത്തുന്ന ദൂരത്താണ്, നമുക്ക് പെട്ടെന്ന് ലഭിക്കുക, നമുക്ക് ആക്സസ് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെയുള്ള ഇതാണ് റഗദ് എന്ന് പറയുന്നത്. ധാരാളമുണ്ട്, കണക്കില്ലാതെ ഉണ്ട് താനും. എളുപ്പവും ഉണ്ട്, കണക്കില്ലാതെയും ഉണ്ട്, ഒരു പ്രയാസമില്ലാതെ കിട്ടാനും പറ്റുന്ന പോലെ. ഓക്കെ, വളരെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ സ്വർഗത്തുനിന്നും എന്താണ് ധാരാളം കഴിച്ചോ, ഒരു റെസ്ട്രിക്ഷനും ഇല്ല,
ഒരു ലിമിറ്റേഷനും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെ. നമുക്ക് ഭൂമിയിൽ പലപ്പോഴും പലതും കഴിക്കുന്നതിന് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, കഴിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ ആരോഗ്യകരമായ കാരണങ്ങൾ കാരണം. ഇതിപ്പോ അങ്ങനെയൊന്നുമല്ല, റോഗതനാണ്, നിങ്ങൾ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതും എങ്ങനെ കഴിക്കണം എന്നാ പറയുന്നത്, ഹൈസു, എവിടെ നിന്ന് കിട്ടുന്നതും അല്ലെ, എവിടെ സ്വർഗത്തിൽ എവിടേക്ക് തിരിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ, നിങ്ങൾക്ക് വേണ്ട ഫുഡ് ഉണ്ട്. തുമാ, നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്ന പോലെ, ഇവിടെയും തുമ എന്ന് പറയുന്ന രണ്ടുപേരാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയും എങ്ങനെയും എത്രയും ഉണ്ട്, നിങ്ങൾ പോയിക്കോ കഴിച്ചോ, നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഹൈസു തുമ, അതാണ് സ്വർഗം അല്ലെ. അവർക്ക് സ്വർഗം എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കാണ്. സ്വർഗത്തിന്റെ ഭംഗി, സ്വർഗത്തിലെ സുഖം അല്ലെ, അതൊക്കെ ഒന്ന് പറഞ്ഞ് അവർക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കണം. പക്ഷേ അവരടുത്ത് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്, വലാ തഖറബ, നിങ്ങൾ അടുത്തേക്ക് പോലും പോവരുത് അല്ലെ. ഖറബ, ഖാഫ് റാബ, ഖുർബ് എന്ന് പറഞ്ഞാൽ അടുത്ത് ആയിരിക്കുക. ലാ തഖറബ, നിങ്ങൾ അടുത്തേക്ക് പോലും പോകരുത്. ഇവിടെയും അവസാനം ഒരു അലിഫുണ്ട്, നിങ്ങൾ രണ്ടുപേരും. ഹാദിഹി ഷജറത്ത, ഈ വൃക്ഷത്തിന്റെ, ഇവിടെ ഒരു പ്രത്യേക വൃക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിച്ചിട്ട് ഈ വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോലും പോകരുത്. അപ്പൊ ഈ വൃക്ഷം ഏതാണ്? ആപ്പിൾ ട്രീ എന്നൊക്കെ പറയുന്നവരുണ്ട്, പക്ഷെ നമുക്കറിയില്ല, അല്ലാഹു അലം. സ്വർഗത്തിലുള്ള ഒരു വൃക്ഷമായിരുന്നു, സ്വർഗത്തിലുള്ളത് കൊണ്ട് തന്നെ അത് ഒരു നല്ല വൃക്ഷവുമായിരിക്കാം അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്കത് അത്രയും അതിനെക്കുറിച്ച് അറിയുള്ളൂ, കൂടുതലൊന്നും അറിയില്ല. അപ്പം എന്തായാലും ഈ വൃക്ഷം എന്ന് പറഞ്ഞത് കൊണ്ട് അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇന്ന വൃക്ഷമാണ്, ഇതിന്റെ അടുത്തേക്ക് നിങ്ങൾ പോലും ചെയ്യരുത്. അതിന് കാരണവും പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്തുകൊണ്ടാണ്? ഫതകൂന, നിങ്ങൾ രണ്ടുപേരും ആയേക്കാം. എന്താ, അതിന്റെ അടുത്തേക്ക് പോയാൽ മിന ദ്വാലിമീൻ, നിങ്ങൾ ദ്വാലിമീങ്ങളായേക്കാം. ആരാ ദ്വാലിമ? ദുൽമ ചെയ്യുന്നവര്, അനീതി ചെയ്യുന്നവര്, അക്രമം ചെയ്യുന്നവരാണ് ദ്വാലിമീങ്ങൾ അല്ലെ. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയെ ധിക്കരിച്ചു കഴിഞ്ഞാൽ അയാൾ എന്താക്കാണ്? സ്വയമാണ് അപകടം ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ ഫതകൂന മിന ദ്വാലിമീൻ, നിങ്ങൾ ദുൽമ ചെയ്യുന്നവര് ആയേക്കാം. തുടർന്ന് അടുത്ത ആയത്ത്, ഷെയ്ത്താൻ, അസല്ല സായിലാം ലാം, നമ്മൾ നേരത്തെ പറഞ്ഞു ജലാൽ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് പറ്റുക, അസല്ല എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് പറ്റിക്കുക, വേറൊരാള് മിസ്റ്റേക്ക് ചെയ്യിപ്പിക്കുന്നതിനാണ് അസല്ല എന്ന് പറയുന്നത്. അപ്പം ഷെയ്ത്താന് എന്താക്കി? അവരെ രണ്ടുപേരെയും തെറ്റ് ചെയ്യിപ്പിച്ചു. ഹുമ, അവർ രണ്ടുപേരെയും, ആദമിനെയും ഹവ്വായെയും. അപ്പം പൊതുവെ അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു ക്രിസ്ത്യൻ ട്രഡീഷൻ എങ്കിലും നമ്മൾ കേൾക്കാറ് ഹവ്വ ആണ് ആദമിനെ ആ വിലക്കപ്പെട്ട പഴം അല്ലെങ്കിൽ വൃക്ഷത്തിൽ നിന്ന് പഴം തെറ്റിച്ചത് എന്നൊക്കെ. ഇവിടെ പറയുന്നത് ഹുമ അല്ലെ, ഇബ്ലീസ് രണ്ടുപേരെയും ചതിച്ചിട്ടുണ്ട്, രണ്ടുപേരെയും സ്ലിപ്പ് ആക്കിയിട്ടുണ്ട് അല്ലെ. അൻഹ, അതിൽ നിന്ന്, എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്ന്. ഫഅഖ്റജഹുമ, അങ്ങനെ അവൻ എന്താക്കി? അവരെ രണ്ടുപേരെയും പുറത്താക്കി അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവന്നു. ഖറജ നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്. മിമ്മ, എന്ത്? യാതൊതിൽ നിന്ന്, ഖാന, അവർ രണ്ടുപേരുമായിരുന്നു, ഫീഹി, അതിൽ, അവര് രണ്ടുപേരും ഏതൊന്നിലായിരുന്നോ അതിൽ നിന്ന് അവരെ രണ്ടുപേരെയും പുറത്തേക്ക് കൊണ്ടുവന്നു. ഖാന, ഇവിടെയും ഇതുപോലെ ആണ്ട് രണ്ടുപേരാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അവർ രണ്ടുപേരും സ്വർഗത്തിലായിരുന്നു, സ്വർഗത്തിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ന്യായം അവർക്ക് ഉണ്ടായിരുന്നു, അവരതൊക്കെ ആസ്വദിക്കുകയായിരുന്നു. അതിൽ നിന്ന് അവരെ, ഇബ്ലീസിന് വെറുപ്പായിരുന്നു അല്ലെ ഇവരുടെ അടുത്ത്, കാരണം ഇബ്ലീസ് ഓൾറെഡി കാഫിറായി. ഇബ്ലീസിന്റെ സത്യം ആദം അലൈഹിസ്സലാം കാരണമാണ് പുറത്തിറങ്ങത് അല്ലെ. ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാരെക്കാളും ശ്രേഷ്ഠമാക്കിയപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ഇബ്ലീസിന്റെ ഉള്ളിലുള്ള ആ ഒരു സൂക്കേട് പുറത്തു വന്നത്. അപ്പം ആദം അലൈഹിസ്സലാമിനോട് നിശ്ചയമായും ഇബ്ലീസിന് വെറുപ്പാണ് അല്ലെ, ആദമിനെ ഇഷ്ടമല്ല. ആദമിനെ അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം എന്നുള്ളത് ഇബ്ലീസിന്റെ ഒരു പൂതിയായിരുന്നു. അതുകൊണ്ടാണ് ഇബ്ലീസിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പണിയൊക്കെ എടുത്തിട്ട് ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അനുസരണക്കേട് കാണിപ്പിച്ചത്. ഫഅസല്ലഹുമ ശൈത്വാനു അൻഹാ ഫഅഖ്റജഹുമ മിമ്മാ കാന ഫീഹി വഖുൽന, തുടർന്ന് നാം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പുറത്തു പോവും. ഹുബൂത്ത് എന്ന് പറഞ്ഞാൽ താഴേക്ക് പോവാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് താഴേക്ക് പോവും. ഇവിടെ ആരാ എല്ലാവരും? കാരണം ഇതുവരെ ഒക്കെ രണ്ടായിരുന്നു അല്ലെ, ആ കുല ഹുമ എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇവിടെ എന്താണ്? എഹ്ബിതു, നിങ്ങൾ എല്ലാവരും, ആദം അലൈഹിസ്സലാം, ഹവ്വ ആൻഡ്
ഇബ്ലീസ്. 3 പേരോടും കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് അല്ലെ, ഒരു ഗ്രാമറിൽ പോലും എവിടെയും തെറ്റൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് എന്താണ് ഉദ്ദേശിച്ചത് അതിനനുസരിച്ച്. കാരണം ഇത്രയും നേരം രണ്ടാളോടാ പറഞ്ഞു വന്നത് അല്ലെ. ഇവിടെ എത്തിയപ്പോൾ അത് 3 ആളായപ്പം ഗ്രാമർ മാറി. നിങ്ങൾ എല്ലാവരും എന്നായി. അപ്പം ബി തൂ എന്ന് പറഞ്ഞാല് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഇറങ്ങുക, സ്വർഗത്തിൽ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങുക. ബഅ്ദുകും നിങ്ങളിൽ ചിലർ, ബ ഐൻ ദോദ്, ബഅ്ദുകും നിങ്ങളിൽ ചിലർ, ലി ബഅ്ദിൻ വേറെ ചിലർക്ക്, അദുവ് ശത്രുവാണ്. അപ്പൊ നിങ്ങൾ ഇതാ സ്വർഗത്തു നിന്ന് താഴോട്ട് ഇറങ്ങ്, ഭൂമിയിൽ പോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചിലർക്ക് ശത്രുവായിരിക്കും. ആരാണ് ആർക്ക് ശത്രുവാകുന്നത്? ഇവര് 3 പേരെയാണ് ഇറക്കി വിടുന്നത് അല്ലെ. അപ്പൊ ആർക്കാണ് ശത്രുവാകുന്നത്? ഇബ്ലീസ് മനുഷ്യന്മാർക്ക്, ഇബ്ലീസ് ആണിനും പെണ്ണിനും അല്ലെ. ആദം അലൈഹി ഇസ്ലാമിനും ഹവ്വാക്കും ശത്രുവാണ് ഇബ്ലീസ്. അതുകൊണ്ട് തന്നെ അവരുടെ സന്തതി പരമ്പരകളും തമ്മിൽ ശത്രുക്കളായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ സൂറത്ത് ഫാത്തിറിൽ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഇന്ന ശൈത്വാന ലക്കും അദു, തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, അതിനാൽ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണുക. അവനെ ശത്രുവാക്കി തന്നെ കാണണം, ഫ്രണ്ടായിട്ട് കാണരുത്. അവൻ പറയുന്നത് കേൾക്കരുത്, അവന്റെ ചതിയിൽ വീണു പോകരുത് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വതആല പല സ്ഥലത്തും ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം ബഅ്ദുകും ലിബഅ്ദിൻ അദു, ഇതെന്താ നമ്മളോട് പറയുന്നത്? ആദം അലൈഹിസ്സലാമും ഹവ്വായും അല്ലെ, അവർ രണ്ടുപേരും സ്വർഗത്തിലായിരുന്നു. അങ്ങനെ ഈ സംഭവം നടന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അവരോട് പറയാണ് കൃത്യമായിട്ട്, ഇതാ ഇവര് രണ്ടുപേരുമാണ് നിന്റെ ശത്രു. ഒരു പക്ഷേ ഇതൊന്നും, ഇങ്ങനെ സംഭവങ്ങളൊന്നും നടക്കുന്നതിന് മുമ്പ് അവരുടെ അടുത്ത് ഇത് നിന്റെ ശത്രുവാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രക്കൊരു ഇഫക്റ്റ് ഉണ്ടാവില്ലായിരുന്നു അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹിക്മത്തായിരിക്കാം ഇത്. കാരണം ആദം അലൈഹിസ്സലാമിനെയും ഹവ്വായെയും കുറച്ച് സമയത്ത് ജന്നത്തില്, സ്വർഗത്തില് ഇട്ടുകൊടുത്തു. അവർക്ക് അവിടുത്തെ എല്ലാ സുഖങ്ങളും കൊടുത്തു. അവരതൊക്കെ അനുഭവിച്ചു. എന്നിട്ട് ഇബ്ലീസ് അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് അതിൽ നിന്ന് അത് കാരണം അവരുടെ അനുഗ്രഹങ്ങളൊക്കെ എടുക്കപ്പെട്ടു. അവര് ദുനിയാവിലേക്ക് പോയി. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളുടെ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കാരണം നമുക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അവര് കാരണമാണ് അല്ലെ, നമുക്ക് അവരോട് എന്തായാലും വെറുപ്പായിരിക്കും, ഉറപ്പായിട്ടും അല്ലെ. അവര് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അറ്റ്ലീസ്റ്റ് നമ്മൾ കദറും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തൊരവസ്ഥയിലാണെങ്കിൽ എന്തായാലും, എന്നാലും അവര് പറഞ്ഞിട്ട്, ഇനി അവര് പറയുന്നത് കേൾക്കാൻ പോണ്ടട്ടോ, എമ്മാരി വർത്താനേ പറയുള്ളൂ, അപകടത്തിൽ ചെന്നുകൊണ്ട് ചാടിക്കും അല്ലെ. അത് നമ്മൾ ചാടുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം ഇവിടെ ആദം അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ സ്വർഗത്തിലുള്ള എല്ലാ നൈമും കാണിച്ചു കൊടുത്ത്, എല്ലാ സുഖങ്ങളും കൊടുത്തിട്ട് ഒരാളെ കൊണ്ട്, ഇബ്ലീസിനെ കൊണ്ടുവന്ന് ഇബ്ലീസിന്റെ സ്വഭാവം കാണിച്ചു കൊടുത്ത് അത് നഷ്ടപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ശത്രുവാണ്. അതിന് മുമ്പ് ശത്രുവാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് കാര്യം മനസ്സിലാവുമായിരുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഒരു സ്റ്റൈല്, ഒരു ഹിക്മത്ത് അല്ലേ. കാരണം മുമ്പ് നമ്മൾ കണ്ടതാണ്, മലായിക്കത്ത് ഒരു കാര്യം പറഞ്ഞപ്പം അവരെടുത്ത് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ അള്ളാഹു പറയല്ല ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് കാണിച്ചു കൊടുത്തു. ഈവൻ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത് അതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യം പറയും, നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് അനുഭവം കൊണ്ടുവരും. നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ പല രീതിയിൽ എന്താണോ നമ്മൾ പഠിക്കേണ്ടത് ആ പാഠം പഠിക്കാനുള്ള അനുഭവം അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ അത് പഠിക്കും അല്ലെ. എന്നിട്ട് പഠിച്ചാൽ നമുക്ക് നല്ലതില്ലെങ്കിൽ നഷ്ടം. പക്ഷെ ആ പഠിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്ന ഇൽമുകൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആദം അലൈഹിസ്സലാമിന്റെ അടുത്ത് ആദ്യമേ ഇതാ ഇബ്ലീസ് ഇമ്മാരി സാധനമാണ്, ഇത് നിന്റെ ശത്രുവാണ്, നിങ്ങൾ 3-4 അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയ്ക്ക് അങ്ങോട്ട് കണ്ണ് തുറക്കില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമിന് നല്ലൊരു അനുഭവം കൊടുത്തു. അനുഭവത്തിന്റെ മുമ്പ് എല്ലാ സുഖങ്ങളും കൊടുത്തു. ഇതാണെന്ന് മനസ്സിലാക്കി ആ സുഖം നഷ്ടപ്പെടുത്തുമ്പോഴാണ് ഇബ്ലീസിന്റെ അടുത്ത് ശരിക്കും ശത്രുത വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുകൊണ്ട് മാത്രം ശത്രുത ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം ആദം അലൈഹിസ്സലാമിന് കാര്യം മനസ്സിലായി, കെയർഫുൾ ആയിരിക്കണം, ഇവൻ ശത്രുവാണ്, ഇവൻ വരും അല്ലെ. അപ്പം ഇതുപോലെ നമ്മളെടുത്തും അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അവൻ ശത്രുവായിരിക്കും, ഇതാ ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ അവൻ വരുത്തി വെച്ചിട്ടുണ്ട് എന്നല്ലേ. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം വലക്കും ഫിൽ അർദി, അപ്പം നിങ്ങൾക്ക് ഉണ്ട് എന്ത്, ഭൂമിയിൽ
നിങ്ങൾ രണ്ടുപേരും ഭൂമിയിൽ അല്ലെ, നിങ്ങൾ എല്ലാവരും ഭൂമിയിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഭൂമിയിലേക്ക് പോകുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ നമ്മളെ വെറുതെ വിടല്ല, നമുക്ക് അവിടെ എന്തോ തരുന്നുണ്ട് അള്ളാഹു അല്ലെ. എന്താണ്? മുസ്തഖറുൻ, ഖാഫ് റാ റാ, ഖറാർ. നിങ്ങൾക്ക് അവിടെ തൽക്കാലം അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം, ഒരു ഇടം, ഒരു വാസസ്ഥാനം ഞാൻ തരുന്നുണ്ട്. അങ്ങനെ ഭൂമിയിൽ നിങ്ങൾ സെറ്റിൽ ആകും, ഭൂമിയിൽ നിങ്ങൾ ജീവിക്കും. വ മതാഉൻ, മീം താ ഐൻ, താൽക്കാലികമായിട്ടുള്ള എൻജോയ്മെന്റ് അല്ലെങ്കിൽ വിഭവം, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് ഉപജീവനം, നിങ്ങൾക്ക് ഭൂമിയിൽ ആവശ്യമുള്ളത് എന്തും. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, അൽ ഇല്ലാതെ ഇൻഡെഫിനിറ്റ് ആയിട്ട് നക്കിറയായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊക്കെ ഇന്നത് എന്നുണ്ടാവില്ല, എന്തും വരാം. ഓക്കെ, ഇപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും, അത് ഇന്നതെന്ന് സ്പെസിഫൈ ചെയ്യാതെ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഭൂമിയിൽ ആവശ്യമുള്ള, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ആവശ്യമുള്ള, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പം ഏതുവരെയാണ്? ഇലാഹീൻ, ഒരു നിശ്ചിത സമയം വരെ. ഹീൻ, ഹ യാ നൂൻ. ഓക്കെ, നിങ്ങൾ അവിടെ സ്ഥിരമായിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ അവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു നിശ്ചിത സമയം വരെ നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ള എന്താണ് വാസസ്ഥലവും ഉണ്ടാവും, എന്താണ് മതാവും ഉണ്ടാവും, വിഭവങ്ങളും ഉണ്ടാവും. തുടർന്ന് ഫതലഖ ആദം, ആദം സ്വീകരിച്ചു, ആദമിന് ലഭിച്ചു. തലഖ, ലാം ഖാഫ് യാ, ലഖിയ, ലിക്ക. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ഒരു വാക്ക് ലഖിയ എന്ന് വെച്ചാൽ കണ്ടുമുട്ടുക, മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലഖിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ കാഫിയ. ഇവിടെ തലഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കുക, എന്തെങ്കിലും ഒരു സാധനം ലഭിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക, വളരെ സന്തോഷത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കുന്നതിനാണ് എന്താണ് തലഖി എന്ന് പറയുന്നത്. അപ്പം തലഖ ആദം എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാം സ്വീകരിച്ചു, ആദം സന്തോഷത്തോടു കൂടി എടുത്തു. എന്താണ് എടുത്തത്? മിർ റബ്ബിഹി, അവന്റെ റബ്ബിൽ നിന്ന്, കെലിമാത്ത്, വാക്കുകൾ. ഞാൻ പറഞ്ഞു പ്ലൂരൽ ആണ്. കെലിമ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, കെലിമാത്ത് എന്ന് പറഞ്ഞാൽ വാക്കുകൾ, കാഫ് ലാം മീം, ഒരു പ്രസ്താവന എന്നൊക്കെ പറയാം. അപ്പം ആദം അലൈഹിസ്സലാം വളരെ സന്തോഷത്തോടു കൂടി അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ചില വാക്കുകൾ സ്വീകരിച്ചു. ഏതാണ് ആ വാക്കുകൾ അല്ലെ? അള്ളാഹു സുബ്ഹാനഹു തആലയോട് ആദം അലൈഹിസ്സലാം ആ വാക്കുകൾ ഉപയോഗിച്ചാണ് പൊറുക്കലിനെ തേടിയിട്ടുള്ളത്. ഏതാണ് ആ വാക്കുകൾ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ആദം അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ള ആ ദുആയുടെ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും സൂറത്ത് അറാഫിൽ 23-ാമത്തെ ആയത്തില് ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു അല്ലെ. ഇവിടെയും കണ്ടു, ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു. എന്താണ്? റബ്ബന ളലംന അൻഫുസന, റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം കാണിച്ചിരിക്കുന്നു അല്ലെ. അള്ളാഹു പറഞ്ഞതാണ് മിനൽ ളാലിമീൻ, നിങ്ങൾ ളാലിമീങ്ങളിൽ പെട്ടുപോകും ഇത് ചെയ്തു കഴിഞ്ഞാൽ. അപ്പം അവരത് ചെയ്തു പോയി അല്ലെ. അപ്പം റബ്ബന ളലംന അൻഫുസന, റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം കാണിച്ചിരിക്കുന്നു. വ ഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് മാപ്പ് ഏകിയിട്ടില്ലെങ്കിൽ, വതർഹംന, ഞങ്ങൾക്ക് എന്താണ് നീ ദയ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് മാപ്പ് തരികയും നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയമായും ഞങ്ങൾ നഷ്ടം പറ്റിയവരായി തീരും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ വാക്കുകൾ അള്ളാഹു ആദം അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കണം അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഭംഗിയല്ലേ. നമ്മളൊരു തെറ്റ് ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗബ ചെയ്യാനുള്ള എന്താണ് അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങനെ തൗബ ചെയ്യണം എന്ന്, എന്ത് പറഞ്ഞ് തൗബ ചെയ്യണം എന്ന് വരെ നമ്മളെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു കാരുണ്യം അല്ലേ. അപ്പം അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എങ്ങനെയാണ് പാപമോചനം തേടേണ്ടത് എന്ന് വരെ പഠിപ്പിച്ചു തരാണ് അല്ലെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ആദം അലൈഹിസ്സലാമിന് ആ വാക്കുകൾ കിട്ടി. ഫതാബ അലൈഹി, അങ്ങനെ അവൻ അവനിലേക്ക്, അതായത് ആദമിലേക്ക് മടങ്ങി കാരുണ്യവും കൊണ്ട്. അപ്പം താബ എന്നുള്ള വാക്ക് താ വാവ് ബ, ഓക്കെ, തൗബ, തൗബയാണ്. എന്താണ് താബയുടെ റൂട്ട് താ വാവ് ബ, തൗബ എന്നുള്ള വാക്ക്. തൗബ എന്ന് പറഞ്ഞാല് ശരിക്കും മടങ്ങലാണ്, എന്തെങ്കിലും ഒന്നിലേക്ക് മടങ്ങുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. അപ്പൊ തൗബ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവനൊരു തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ് തൗബ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം
ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ അവനിലേക്ക് കാരുണ്യം കൊണ്ട് മടങ്ങലാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തൗബ. രണ്ടും മടങ്ങലാണ്. ഓക്കെ, തൗബ എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ തന്നെ റിട്ടേൺ അല്ലെങ്കിൽ തിരിച്ചു ചെല്ലുക, മടങ്ങി ചെല്ലുക എന്നാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യുമ്പം അവൻ പശ്ചാത്തപിച്ച് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പശ്ചാത്താപം സ്വീകരിച്ച് അവനിലേക്ക് കാരുണ്യവുമായിട്ട് മടങ്ങുക. ഓക്കെ, രണ്ട് ആൾക്കും ഇതേ വാക്കിന്റെ മീനിങ് രണ്ട് സൈഡിലും ഡിഫറെന്റ് ആണ്. അപ്പം ഇവിടെ താബ അലൈഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു കാരുണ്യവുമായിട്ട് മടങ്ങി. ആരിലേക്ക്? അലൈഹി, ആദം അലൈഹിസ്സലാമിലേക്ക്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ പശ്ചാത്താപം സ്വീകരിച്ചു, അവന്റെ സോറിയിലെ മാപ്പ് അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചു, അള്ളാഹു പുറത്തു കൊടുത്തു. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുത്തത്? ആദം അലൈഹിസ്സലാം തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, പക്ഷെ ആദം അലൈഹിസ്സലാം മാപ്പ് ചോദിച്ചു, അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുത്തു. ഇതിനു മുമ്പ് ഇബ്ലീസും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇബ്ലീസ് ഭയങ്കര സ്റ്റബേൺ ആയിരുന്നു. ഞാൻ ചെയ്തതാ ശരി, അല്ലെ, എന്നെക്കാളും ശ്രേഷ്ഠമായി ഇവന് സുജൂദ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ ഇവിടെ ആദം അലൈഹിസ്ലാമിന് തെറ്റ് പറ്റിപ്പോയി. അള്ളാഹു സുബ്ഹാനഹു തആല വാക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആദം അലൈഹിസ്ലാം എന്താക്കി? പശ്ചാത്തപിച്ചു മടങ്ങി. എന്തുകൊണ്ടാണ് അള്ളാഹു പുറത്തു കൊടുത്തത്? ഇന്നഹു, നിശ്ചയമായും അവൻ, ഹുവത്തവ്വാബ്, അവൻ തന്നെയാണ് ആര്? പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അർ റഹീം, അവൻ തന്നെയാണ് ഏറ്റവും കാരുണ്യമുള്ളവൻ, എല്ലായ്പ്പോഴും കാരുണ്യമുള്ളവൻ, എല്ലാരോടും കാരുണ്യം കാണിക്കുന്നവൻ. ഇവിടെ തവ്വാബ് എന്ന് പറയുമ്പം വാ ബ തന്നെയാണ്, സെയിം റൂട്ട് തന്നെയാണ്. നമ്മൾ താബ തൗബയുടെ ഒക്കെ റൂട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു എംഫസിസ്, ഒരു ശ്രദ്ധയുണ്ട്, അല്ലെ? ഈ ശ്രദ്ധ വരുമ്പം ആ അർത്ഥത്തിന് ആ ഒരു വാക്കിന്റെ അർത്ഥത്തിന് ഒരു ഊന്നലും കൂടെ കൊടുക്കും. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പാപമോചനം അല്ലെങ്കിൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. പക്ഷെ എങ്ങനെ? ഏത് വലിയ തിന്മകൾക്കും, എത്ര വലിയ തെറ്റ് ചെയ്താലും പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. എത്ര പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാലും വീണ്ടും 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 ചെയ്താലും സ്വീകരിക്കുന്നവനാണ്. എത്ര ആളുകൾ ചെയ്തു കഴിഞ്ഞാലും സ്വീകരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതാണ് തവ്വാബ്. ശ്രദ്ധ ഇട്ടിട്ട് അതേ വാക്കിനെ ഒന്ന് എംഫസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കുമ്പോൾ അർത്ഥം എന്തായി മാറാണ്? ഏത് വലിയ തിന്മകൾക്കും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. എത്ര പ്രാവശ്യം വീണ്ടും 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 ചെയ്താലും സ്വീകരിക്കുന്നവനാണ്. എത്ര ആളുകൾ ചെയ്താലും സ്വീകരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. എന്നാലോചിച്ച് നോക്കല്ലേ, ഭൂമിയിൽ എത്ര ആൾക്കാർ തിന്മ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒരാളെ തന്നെ ഒരു ദിവസം തന്നെ തിന്മ എടുത്ത് തൂക്കിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അല്ലെ, എത്രമാത്രം നമുക്ക് സ്ലിപ്പ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ എത്ര ആളുകൾ എത്ര കാലങ്ങളായിട്ട് എന്തൊക്കെ രീതിയിലുള്ള തിന്മകളാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതെല്ലാം ഈ ചെയ്ത തെറ്റുകളെല്ലാം, പക്ഷെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ കുറച്ചാണെങ്കിൽ പോലും അതും ഒരുപാടാണ്, അല്ലെ? ലോകത്തിൽ രോഗമുണ്ടായ കാലം മുതൽ ഇതുവരെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അള്ളാഹു അത്തവ്വാബാണ്, അർ-റഹീമാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ ആ ഒരു അവസരം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുക. കാരണം നമ്മൾ തിന്മ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമുക്ക് തെറ്റുകൾ പറ്റുന്നുണ്ട്, ഇബ്ലീസ് പറ്റിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അത്തവ്വാബ് അർ-റഹീം എന്നുള്ള ആ ഒരു ക്വാളിറ്റി, ആ ഒരു സിഫത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രത്തോളം അത് നമ്മളെ ജീവിതം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരുകളും സിഫാത്തുകൾക്കും അനുസരിച്ച് മാറ്റുമ്പോഴാണ് അള്ളാഹുവിന്റെ ആ ഒരു സിഫത്ത് നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത്, അല്ലെ? അള്ളാഹു അത്തവ്വാബാണ്. അത് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴേ നമുക്ക് അത് ഉൾക്കൊണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അതിനനുസരിച്ച് ജീവിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെ? നമുക്കറിയാം, അസ്മാഉൽ ഹുസ്ന പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ 99 പേരുകൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഓരോ സിഫത്തുകളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, അള്ളാഹു അത്തവ്വാബാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീണ്ടും 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 പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ സ്വർഗം ഉറപ്പല്ലേ? അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഓരോ പേരുകളും ഓരോ സിഫത്തുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പം പിന്നെ സ്വർഗത്തിന് വേറൊന്നിനും പോകണ്ട. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ബൈഹാർട്ടാക്കുന്ന കാര്യത്തിലും അത് ഉരുവിട്ട് തീർക്കുന്ന കാര്യത്തിലുമാണ് ശ്രദ്ധ കൊടുക്കാറ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ലെസൺസിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അപ്പം 2-3 ആയത്തുകൾ പറഞ്ഞു, അല്ലെ? അപ്പൊ എല്ലാത്തിന്റെയും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം പറയാനുള്ളത് ആദം അലൈഹിസ്ലാമിനും ഹവ്വാക്കും അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത ഫേവർ, അല്ലെ? അള്ളാഹു കൊടുത്ത അവരുടെ ആദരവ്, ബഹുമാനം, അവർക്ക് സ്വർഗത്തിൽ താമസിക്കാൻ അവസരം കൊടുക്കുകയാണ്, അല്ലെ? അള്ളാഹു അവരെ ഭൂമിയിലേക്കാണ് സൃഷ്ടിച്ചത്.
അത് അള്ളാഹു ആദ്യമേ അനൗൺസ് ചെയ്തതുമാണ്. എന്നാലും അള്ളാഹു അവരെ സ്വർഗത്തിൽ ഉണ്ടാക്കിയിട്ട് അവർക്ക് പ്രത്യേക ബഹുമാനം കൊടുക്കണം അവിടെ. സുബ്ഹാനല്ലാഹ്. കുറച്ചു നേരത്തെങ്കിലും അവിടെ സ്വർഗം എന്താണെന്ന് കാണാനും അവിടുത്തെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ അവസരം കൊടുക്കണം. അവിടെ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോളാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ് അല്ലെ. പ്രത്യേക ഒരു ബഹുമാനം തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളെ മനുഷ്യരാശിക്ക് തന്ന ബഹുമാനമാണ് അല്ലെ. അൽഹംദുലില്ലാഹ്. ഇത് നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്വർഗം എന്താണെന്ന് അല്ലെ ഇത്തിരി പോലും ഒരു അളവ് നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. നമ്മളുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടാവില്ലായിരുന്നു തിരിച്ചു പോവാനുള്ള. പിന്നെ നമ്മൾ കണ്ടത് നിക്കാഹ് അല്ലെ. നിക്കാഹ് എന്ന് പറയുന്നത് അന്ന് മുതൽ ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച അത് മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന, അതല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ട് മനുഷ്യന് ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹവ്വായെയും കൂടെ ഭാര്യയെയും കൂടെ കൊടുത്തു. അത് മനുഷ്യന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. എന്ത്? വിവാഹം എന്ന് പറയുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഈവൻ അള്ളാഹുവിന്റെ എല്ലാ പ്രവാചകന്മാർക്കും എന്താണ് വിവാഹം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിരുന്നു. സൂറത്തുൽ റഅദിൽ 38 ആയത്. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ. നിനക്ക് മുമ്പും നാം ദൂതരെ നിയോഗിച്ചിട്ടുണ്ട്, ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് നാം ഇണകളെയും സന്താനങ്ങളെയും നൽകിയിട്ടുമുണ്ട് അല്ലെ. അവർക്ക് ഭാര്യമാരുണ്ടായിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നു, അവര് വിവാഹം ചെയ്തവരായിരുന്നു. അപ്പം കല്യാണം എന്ന് പറയുന്നത് ഒരു പ്രിഫേർഡ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള, അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കല്യാണം ഇല്ല, വിവാഹം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു നന്മയുമില്ല. വിവാഹം ചെയ്യാതെ നമ്മൾ മുസ്ലിഹായിരിക്കാന്ന് വിചാരിക്കുന്നത് ശുദ്ധ വിഡ്ഢിത്താണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രീതി ഇതാണ്, അള്ളാഹു കാണിച്ചു തന്ന രീതി ഇതാണ്. പിന്നെ അടുത്തത് ഇവിടെ ഹവ്വ എവിടെ നിന്ന് വന്നു അല്ലെ. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പെട്ടെന്ന് അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിനോട് കാര്യങ്ങൾ പറയുന്നതിന്റെ കൂടെ നിന്റെ ഭാര്യയും എന്ന് പറയാണ്. അപ്പൊ ഹവ്വ എവിടെ നിന്ന് വന്നു? ഇബ്നു ഇസ്ഹാഖ് പറയുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ആദം അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പേരുകളൊക്കെ പഠിച്ച് എന്താണ് മലായിക്കത്തിനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞപ്പം ആദം അലൈഹി ഇസ്ലാം ഉറങ്ങുകയുണ്ടായി എന്ന് ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞ ഒരു റിപ്പോർട്ടിനകത്തുണ്ട്. പിന്നെ അഹ്ലുൽ കിതാബും പിന്നെ ഇബ്നു അബ്ബാസ് പോലെയുള്ള മറ്റ് പണ്ഡിതന്മാരും പറഞ്ഞത് പ്രകാരം ആദം അലൈഹി ഇസ്ലാം ഇപ്രകാരം ഉറങ്ങുമ്പം ആദം അലൈഹി ഇസ്ലാമിന്റെ ഇടത്തെ വാരിയെല്ലിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തിട്ട് അതിൽ ആ ഒരു സ്ഥലത്ത് ഇറച്ചി അല്ലെങ്കിൽ ഫ്ലഷ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയാണ്. അങ്ങനെ ആദം അലൈഹി ഇസ്ലാം ഉറങ്ങിയിരിക്കുമ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഹവ്വായെ ആദം അലൈഹി ഇസ്ലാമിന്റെ ഇടത്തെ വാരിയലിൽ നിന്ന് ഉണ്ടാക്കി. അവളെ ഒരു സ്ത്രീയാക്കി, അവളെ ആദം അലൈഹി ഇസ്ലാമിന് ഒരു കംഫർട്ട്, ആശ്വാസമാക്കി സൃഷ്ടിച്ചു. അപ്പം ഒരു പുരുഷന് സ്ത്രീയെ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവന് ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്, കംഫർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു, എന്നിട്ട് ആദം അലൈഹി ഇസ്ലാമിന് ആശ്വാസത്തിന് വേണ്ടി, കംഫർട്ടിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹവ്വായെ സൃഷ്ടിച്ചു. അപ്പൊ ആദം അലൈഹി ഇസ്ലാം എഴുന്നേറ്റപ്പോൾ സുബ്ഹാനല്ലാഹ്, എന്റെ ഫ്ലഷും എന്റെ ബ്ലഡും എന്റെ ഭാര്യ അല്ലെ, ആദം അലൈഹി ഇസ്ലാമിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഹവ്വായെ. അങ്ങനെ അവര് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം കൊടുത്തു, അവരെ നിക്കാഹ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പല റിപ്പോർട്ടുകളിൽ പല രീതിയിൽ പറയപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അഅലം. അപ്പൊ നമ്മള് ഖുർആനിൽ ഇത് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ഹദീസുകളിൽ നിന്ന് ഇത് വ്യക്തമാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരാശി മൊത്തം അല്ലെ ആദം അലൈഹി ഇസ്ലാമിൽ നിന്ന്, അല്ലെങ്കിൽ ഒരാൾ വേറൊരാളിൽ നിന്ന് ഉണ്ടായതാണ്. ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഒരു മണ്ണ് എടുത്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കളിമണ്ണിൽ നിന്ന് ആദം അലൈഹി ഇസ്ലാമിനെ ഉണ്ടാക്കി, എന്നിട്ട് വേറൊരു സെറ്റ് മണ്ണ് എടുത്തിട്ട് ഹവ്വായെ ഉണ്ടാക്കുകയല്ല ചെയ്തത്. എന്നിട്ട് ആണ് വേറെ പെണ്ണ് വേറെ എന്നുള്ള രീതിയിലല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ആദം അലൈഹി ഇസ്ലാമിനെ ഉണ്ടാക്കിയിട്ട് ആദം അലൈഹി ഇസ്ലാമിൽ നിന്നാണ് ഹവ്വ വന്നത്. അപ്പൊ നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട വിഭാഗമാണ്. ആണും പെണ്ണും മത്സരിച്ച് ജയിക്കേണ്ട ലോകം അല്ല. പക്ഷെ നമ്മൾ പൊതുവെ അല്ലെ, ലോകത്തിന്റെ തന്നെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആണുങ്ങളോട് മത്സരിച്ച് ജയിക്കണം എന്നാ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പരസ്പരം ആശ്വാസമായിട്ടും ഒന്നിച്ച്, അതായത് ഒന്നിൽ നിന്നാണ് മറ്റത് വന്നത്. അപ്പൊ എന്നെന്നും ഒന്നിച്ച് സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളതാണ് പെണ്ണിനെ ആണിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. ഇനി മറ്റൊരു ലെസൺ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ പൊതുവെ നമ്മൾക്ക് മനുഷ്യന്മാർക്ക്
എല്ലാം ഹലാലാണ് ആക്കിയിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഹറാമുള്ളൂ. സുബ്ഹാനല്ലാഹ്. വളരെ കുറച്ച് കാര്യങ്ങളെ ഹറാമുള്ളൂ. ബാക്കിയെല്ലാം മെജോറിറ്റിയും ഹലാലാണ്. നമ്മൾ സ്വർഗത്തിന്റെ കാര്യം കണ്ടുല്ലേ. ആദം അലൈഹിസ്സലാമിന്റെ അടുത്ത് നീ എന്ത് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും കഴിച്ചോ, ഒരു പ്രശ്നവുമില്ല, എത്ര വേണമെങ്കിലും കഴിച്ചോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കഴിച്ചോ. പക്ഷേ ഒരൊറ്റ റെസ്ട്രിക്ഷനിലെ ഒരൊറ്റ മരം, അത് മാത്രമേ പാടില്ലാത്തതുള്ളൂ. സത്യം ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെയാണ്. എല്ലാം ഹലാലാണ്. വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഹറാമുള്ളൂ. അതെന്തുകൊണ്ടാ? അവിടെയാണ് നമ്മളുടെ ടെസ്റ്റ്, അല്ലേ? ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ടെസ്റ്റാണ്. ആ ടെസ്റ്റ് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു നോ വേണം, അല്ലെ? എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ വേണം. എന്തെങ്കിലും ഒരു ചലഞ്ച് വരുമ്പോഴേ അവിടെ ഒരു ടെസ്റ്റ് ഉള്ളൂ. അത് നമ്മളുടെ കൈ എത്തുന്ന സാധനങ്ങൾക്ക് റെസ്ട്രിക്ഷൻ വെക്കുമ്പോഴേ എന്താണ് അവിടെ ടെസ്റ്റ് ആവുന്നുള്ളൂ. നമുക്ക് കിട്ടാത്ത സാധനങ്ങൾ നമ്മളെ അടുത്ത് നോ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, അല്ലെ? നമുക്ക് ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങൾ നമ്മളോട് നോ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളുടെ കൈ എത്തുന്ന ദൂരത്തുള്ള സാധനങ്ങൾ നോ പറയുമ്പം അത് നമ്മൾ അനുസരിക്കുമ്പോഴാണ് അവിടെ നമ്മൾ വിജയിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ കണ്ണിന്റെ മുമ്പിലുള്ള, അല്ലെ, മ്യൂസിക്, സിന, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. റിബ, അതൊക്കെ നമ്മളുടെ കൈയിന്റെ ഉള്ളിൽ നമുക്ക് അതിന് തൊട്ടാ കിട്ടുന്ന അവസ്ഥയിലാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നോ പറയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നുള്ള ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഭൂമിയിലെ ജീവിതത്തിന് എന്താ അർത്ഥം, എന്താ പരീക്ഷണം, അല്ലേ? പക്ഷെ നമ്മള് എങ്ങനെയാ കാണുന്നത്? ഓ സുബ്ഹാനല്ലാഹ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഹറാമാണ്, അത് ഹറാമാണ്, ഇത് ഹറാമാണ്, വളരെ കുറച്ച് സാധനങ്ങളെ ഹലാലുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? ശരിക്കും അത് മറ്റു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിൽ വളരെ കുറച്ച് ഹറാമുകളേ ഉള്ളൂ. അതും പരീക്ഷണത്തിന് വേണ്ടി മാത്രം, താൽക്കാലികമായിട്ടുള്ള ഹറാമാണ്. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഹലാലാവാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ കൊണ്ടുവരേണ്ട പാഠം എന്ന് വെച്ചാൽ നമ്മളും ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കണം. ശരിയായ ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത് എല്ലാം ഹലാലാണ്, വളരെ കുറച്ച് കാര്യങ്ങളെ ഹറാമുള്ളൂ. അത് നമ്മളുടെ പരീക്ഷണത്തിനാണ്, പ്ലസ് അത് നമുക്ക് ഹൈറുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ഹലാലാക്കിയോ അതെല്ലാം നമുക്ക് ഹൈറിനാണ്. നമ്മളെ മക്കളുടെ അടുത്ത് അവൻ പറയില്ലേ, ഇത് ഇത്ര ഈ കാര്യം ആ കാര്യം അതൊക്കെ ഹലാലാണ്, ബാക്കിയൊക്കെ ഹറാമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നേരെ തിരിച്ചാണ് ആൾക്കാരുടെ അടുത്ത് പറയുന്നത്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് തെറ്റാണ്, ഇത് തെറ്റാണ്, മറ്റേ തെറ്റാണ്. അപ്പൊ കുട്ടികള്, ഓ ഇതിപ്പോ എന്താ ഇത് കഥ, ഇത് ശരിയാവൂല, ഇതൊന്നും നമുക്ക് നടക്കൂല, ജീവിക്കണ്ടേ എന്നുള്ള ചിന്തയാവും എല്ലാവർക്കും, കുട്ടികളെന്നല്ല. നമ്മൾ ശരിക്കും ഇസ്ലാമിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ്, അല്ലെ? ആ മുസ്ലിങ്ങൾക്കാണെങ്കിലും ഏതൊരാൾക്കാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് തിരിയാത്തവർക്കൊക്കെ അള്ളാഹുലേക്ക് തിരിയാൻ ഒരു പ്രചോദനമാവേണ്ട ആൾക്കാരാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഇസ്ലാമിനെ ഈ രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ അതും തെറ്റാണ്, ഇതും തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ വിഡ്ഢിത്ത അത്. കാരണം നമുക്ക് അവരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ദാവ ചെയ്യുന്നല്ലേ? അത് കേൾക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താ? അവരിതെല്ലാം നോ കേൾക്കുമ്പോൾ വേഗം തിരിഞ്ഞു പോവുക ചെയ്യുക. അവരെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ ശരിയായ ഇസ്ലാം എന്ന് പറയുന്നത് മെജോറിറ്റി കാര്യങ്ങളും ഹലാലാണ്, വളരെ കുറച്ച് ഹറാമേ ഉള്ളൂ. ഒരു സ്റ്റോറി പറയുന്ന കേട്ടിട്ടുണ്ട്. ഒരു കുട്ടി, അവര് ഏതോ നാട്ടിലേക്ക് പോവാണ് അതിന്റെ വാപ്പയും ഉമ്മയായിട്ട്. അപ്പം ഇവര് ആ നാട്ടിൽ ചെന്നിട്ടും ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പം എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും, ഇപ്പം അവിടെയൊക്കെ നമുക്ക് പൊതുവെ വിദേശങ്ങളിൽ US UK പോലത്തെ കൺട്രീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഹലാല അല്ലാത്ത മീറ്റ് ഉണ്ടാവും. അപ്പൊ കുട്ടി സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാം എടുത്തിട്ട് ചോദിക്കും ഉമ്മന്റെ അടുത്ത്, ഉമ്മ ഇത് ഹലാലാണോ, അപ്പം ഇത് ഹലാലാണോ, അങ്ങനെ ചോദിക്കും. അപ്പൊ എടുക്കാൻ പറ്റുന്നതാണ് പറഞ്ഞാൽ ചിലതിൽ ഹറാമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു പ്രാവശ്യം ഒരിക്കൽ കുട്ടീനെ ആപ്പിൾ എടുത്തിട്ട് ഉമ്മ ഇത് ഹലാലാണോ. സുബ്ഹാനല്ലാഹ്. കാരണം കുട്ടി വിചാരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാ സാധനത്തിലും ഹറാം ഉണ്ടാവുന്ന, അല്ലെ? എന്താണ് ഹറാം എന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഏകദേശം ഇതേപോലെയാണ് നമ്മൾ നമ്മളുടെ ദീനിനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ നമ്മളുടെ ദീനിനെ മക്കൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൗമ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത്. നമ്മളൊരു വലിയ ലെസൺ ഇതിൽ നിന്ന് നേടാനുണ്ട്. വളരെ കുറച്ചേ ഹറാമുള്ളൂ. അതും അത് നമ്മളുടെ പരീക്ഷണത്തിന് വേണ്ടി മാത്രം താൽക്കാലികമായിട്ടുള്ളതാണ്. അതും ആ ഒരു ഹറാമും അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ ഹറാമാക്കിയതല്ല, അതിനകത്ത് ഒരു ഹൈറില്ലായ്മ ഉള്ളത് കൊണ്ട് മാത്രം ഹറാമാക്കിയതും കൂടിയാണ്. എന്തുകൊണ്ടും നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ ദീനിലുള്ളൂ. സുബ്ഹാനല്ലാഹ്. വേറൊരു കാര്യം നമ്മൾ പഠിച്ചത് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ആ മരത്തിന്റെ കാര്യം പറഞ്ഞപ്പം ലാ തഖറബ എന്നാ പറഞ്ഞത്, അല്ലേ? അതിന്റെ അടുത്തേക്ക് പോലും പോവരുത്. അതെന്തുകൊണ്ടാ?
അതിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടെംപ്റ്റേഷൻ വരും. കാരണം പൊതുവേ ഹറാമുകളൊക്കെ ഭയങ്കര ടെംപ്റ്റിംഗ് ആണല്ലേ. ഈ പറഞ്ഞ സിനായും മ്യൂസിക്കും ഒക്കെ ടെംപ്റ്റിംഗ് ആണ്. റിബ, പലിശ ടെംപ്റ്റിംഗ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കൂലേ, ലോൺ എടുത്തു കഴിഞ്ഞാല്. അപ്പം എന്തെങ്കിലും തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ അടുത്തേക്ക് പോലും പോകരുത്. ലാ തഖറബ. വളരെ സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങളുടെ ഉള്ളിൽ ഈ ഒരു കുറച്ച് ആയത്തുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളുടെ അടുത്തേക്ക് പോലും പോകണ്ട. നമ്മളെ ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ് അങ്ങ് എടുത്തു മാറ്റിയേക്കുക. ചിന്തിക്കുക പോലും വേണ്ട. പലരും പല കാര്യങ്ങളും സംശയങ്ങൾ എന്നെ വന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആക്കി ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു വരും. അവിടെ എന്തെങ്കിലും ഒരു ഹറാം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകണ്ട, അതങ്ങ് വിട്ടേക്ക്. അത് നമ്മൾ ഹറാമ് വിട്ട് കഴിയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത ഹലാൽ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. പക്ഷെ നമ്മുടെ രോഗം പിടിച്ച മനസ്സിന് ഏത് ഹറാമിലും അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഹലാൽ ഉണ്ടെങ്കിൽ അത് എടുക്കാലോ എന്ന് വിചാരിച്ച് അതിന്റെ അടുത്ത് പോയി നിൽക്കുന്ന ആൾക്കാരാണ് പൊതുവേ നമ്മളെല്ലാവരും അല്ലെ. കുറച്ച് നാളത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇലാഹീൻ, കുറച്ച് നാളത്തേക്ക് ഒരു പരീക്ഷണത്തിന് ഇങ്ങോട്ട് അയച്ചതാണ്. അത് സക്സസ്ഫുൾ ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂലെങ്കിൽ, നമ്മൾ ഈ കുറച്ച് നാളത്തെ താമസം സ്ഥിരതാമസമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെക്കാളും വലിയ വിഡ്ഢികൾ വേറെ ആരാ അല്ലേ. നമ്മൾ ഈവൻ ഒരു ഹറാമിന്റെ അടുത്തേക്ക് പോലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പെട്ടുപോകും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലാ തഖറബ ഹാദിഹി ഷജറത ഫതകൂന മിന ളാലിമീൻ. അപ്പൊ ളാലിമീങ്ങളിൽ പെട്ടു പോകണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞൊരു കാര്യം, ഷെയ്ത്താൻ അല്ലെ ആദം അലൈഹിസ്ലാമിനെ ചതിച്ച കാര്യം. എങ്ങനെയാ ചതിച്ചത്? നമ്മളടുത്ത് ആദം ഷെയ്ത്താൻ എങ്ങനെയാ ഇപ്പൊ ചെയ്യുന്നത്? വസ്വസ് അല്ലെ. നമ്മളടുത്ത് ഇങ്ങനെ പറയും, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ലെ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് വന്ന് വസ്വസ് ചെയ്യും. സൂറത്ത് അറാഫിലും സൂറത്ത് താഹയിലും എങ്ങനെയാണ് ഇബ്ലീസ് ആദം അലൈഹിസ്ലാമിനെയും ഹവ്വായെയും ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. സൂറത്ത് താഹയില് 120 ആയത്ത്. ഫവസ്വസ ഇലൈഹി ശൈത്വാനു ഖാല യാ ആദമു ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. എന്നാൽ പിശാച് അദ്ദേഹത്തിന് ഇങ്ങനെ ദുർബോധനം നൽകി, ആദമേ, താങ്കൾക്ക് നിത്യജീവിതവും അന്യൂനമായ ആധിപത്യവും നൽകുന്ന ഒരു വൃക്ഷം കാണിച്ചു തരട്ടെയോ. അപ്പം ഈ ഒരു വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കൂല. അങ്ങനെ കളവ് പറയാണ് ആദം അലൈഹിസ്ലാമിനോട് അല്ലെ. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് ഇബ്ലീസ് പറഞ്ഞതെന്ന് നമുക്കറിയൂല. ഇബ്ലീസ് പാമ്പിന്റെ രൂപത്തിൽ വന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ ഖുർആനും സുന്നത്തിലും അത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നമുക്ക് ആകെ അറിയുന്നത് എന്താ? വസ്വസ. ഇബ്ലീസ് എന്താക്കി? ശൈത്താൻ ഒന്ന് വസ്വസ് ചെയ്തു ആദം അലൈഹിസ്ലാമിനോട്. ഇപ്പോഴും നമ്മളുടെ അടുത്ത് ഇബ്ലീസ് ചെയ്യുന്നത് വസ്വസ് തന്നെയാണ് അല്ലെ. നമ്മളെ ചെവിയിൽ മന്ത്രിക്കും, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. സുബ്ഹാനല്ലാഹ്. അപ്പൊ നീ ഈ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാല് നീ സ്ഥിരമായിട്ട് ജീവിക്കും, ഒരിക്കലും മരിക്കൂല. ആർക്കാ അത് വേണ്ടാത്തല്ലേ? പ്രത്യേകിച്ച് സ്വർഗത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇവിടെ നിന്ന് മരിക്കൂല, ഇവിടെ നിന്ന് നിന്റെ ജീവിതം തീർന്നു പോകില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? സുബ്ഹാനല്ലാഹ്. ആദം അലൈഹിസ്ലാമിനും ടെംപ്റ്റേഷൻ വന്നു, കഴിച്ചുപോയി അല്ലെ. അപ്പം ഇതേപോലെയാണ് ഇബ്ലീസ് നമ്മളെയും ടെംപ്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ പിതാവിന് ആദം അലൈഹിസ്ലാമിനെ എങ്ങനെ ടെംപ്റ്റ് ചെയ്തു അതേപോലെ. കാരണം ഇബ്ലീസിന് എന്താണ് വേണ്ടത്? നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കോപത്തിന് ഇരയാക്കണം, അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചിട്ട്. അപ്പൊ ഓർമ്മിക്കുക, അല്ലാഹു സുബ്ഹാനഹു തആല നല്ല ഭംഗിയായിട്ട് ഈ ലെസൺ ആദം അലൈഹിസ്ലാമിനെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. വെറുതെ അള്ളാഹു പറയല്ല ചെയ്തത് ഇബ്ലീസ് ആണ് നിന്റെ ശത്രു എന്ന്. പകരം അത് ശരിക്കും ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അള്ളാഹുവിന്റെ തർബിയയുടെ ഭാഗമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ലെസൺ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരും അതിനുള്ള അനുഭവം. അപ്പൊ നമ്മളെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും, എന്ത് നമുക്ക് അള്ളാഹു അതങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത്, റബ്ബേ, ഇതിൽ നിന്ന് നീ എന്നെ എന്ത് പാഠമാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് പഠിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണേ. ഈ ഭൂമിയിൽ നമ്മൾ നടക്കുന്ന ഒരു നെഗറ്റീവും നമുക്ക് നഷ്ടത്തിനുള്ളതല്ല. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് നമ്മൾ മുമ്പ് ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ളതാണ്. നമുക്ക് ലെസൺസ് ഉൾക്കൊള്ളാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ളതാണ്. സ്വർഗത്തിലെ ദർജ ഉയർത്താനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എപ്പോഴും അങ്ങനെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യം വരുമ്പോഴും അള്ളാഹുവിന്റെ ഖദറാണ് അതിനകത്ത്, ഹൈറുണ്ടെന്ന് വിചാരിച്ച് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക. അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുക, റബ്ബേ, എനിക്ക് ഇതിനകത്ത് എന്ത് ലെസണാണ് നീ വെച്ചിട്ടുള്ളത്? അത് മനസ്സിലാക്കാനുള്ള ഹിക്മത്ത് നീ എനിക്ക് താ. സുബ്ഹാനല്ലാഹ്.
പിന്നെ നമ്മൾ പഠിച്ച വേറൊരു ലെസൺ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുസരണക്കേട് കാണിക്കുമ്പോൾ അനുഗ്രഹങ്ങളിലെ നൈമകൾ നഷ്ടപ്പെട്ടു പോകും. സുബ്ഹാനല്ലാഹ്. അനുഗ്രഹങ്ങളിൽ നിന്ന് താഴോട്ട് വീണു പോകും. ആദം അലൈഹിസ്സലാമും ഹവ്വായും ജന്നയിലായിരുന്നു. സുബ്ഹാനല്ലാഹ്. എല്ലാ സൗകര്യങ്ങളും അവർക്ക് കൊടുത്തു. പക്ഷെ അവർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുസരണക്കേട് കാണിച്ചപ്പോൾ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു എടുത്തു കളഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്കൊരു പരീക്ഷണം വരുമ്പം അതിനകത്ത് ഒരു പക്ഷേ നമ്മൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയായിരിക്കും. അപ്പൊ ആ ഒരു ചാൻസ് ഉപയോഗിക്കുക. അള്ളാഹുവിന് ഞാൻ എവിടെയെങ്കിലും അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക. പിന്നെ നമുക്കുള്ള ഒരു ലെസൺ എന്ന് വെച്ചാല് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഭൂമിയിലല്ലാതെ സാധ്യമല്ല, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വലക്കും ഫിൽ അർദി മുസ്തഖറുൻ, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു വാസസ്ഥാനമുണ്ട്, അല്ലാതെ ചന്ദ്രനിലും ശനിയിലും ചൊവ്വയിലും ഒന്നും അല്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. ചന്ദ്രനിലും ശനിയിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് നിങ്ങൾ താഴോട്ട് പോയി അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി താമസിച്ചോ. അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു വാസസ്ഥാനമുണ്ട്. വേറൊരു കാര്യം കൂടെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റൂല. വമതാഉൻ വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ, ഒരു സമയം വരെ ഉള്ളൂ, അല്ലെ? എത്ര പരീക്ഷണങ്ങളാണ് നടക്കുന്നത് സയൻസിൽ. എന്താണ് മനുഷ്യന്റെ ജീവൻ, ആയുസ് എന്താണ് മരിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്നേക്കുമായിട്ട് ഉപ്പിട്ട് ഉണക്കി വെക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാം, കുറച്ചു കാലം ജീവിക്കാം. ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കുറെ സമയം ലാഭിക്കാം, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തത് അള്ളാഹു സുബ്ഹാനഹു തആല ആദം അലൈഹിസ്സലാമിന് കൊടുത്ത വേറെ വലിയൊരു ഫേവർ ഉണ്ട്, അല്ലെ? ഏറ്റവും വലിയൊരു ഫേവർ എന്താണ്? എങ്ങനെ തൗബ ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എങ്ങനെ പാപമോചനം തേടണം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം എന്നിട്ട് അത് സ്വീകരിക്കുകയും ചെയ്യാണ് അള്ളാഹു സുബ്ഹാനഹു തആല, അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് തൗബ ചെയ്യാനുള്ള അവസരം. തൗബ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നത്. തൗബയുടെ ഡോറ് ഓപ്പൺ ആണ് നമ്മളുടെ മുന്നിൽ, അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഗിഫ്റ്റിനെ ഉപയോഗിക്കുന്നു എന്ന് ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഓരോ ഗിഫ്റ്റുകളായിട്ട് ഇവിടെ ഇങ്ങനെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? തൊട്ട് മുമ്പേ നമ്മൾ മനസ്സിലാക്കിയ ഒരു ഗിഫ്റ്റാണ് എൽമ നേടാനുള്ള കഴിവ്. ആ ഗിഫ്റ്റിനെ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾക്ക് ഒരു ഫംഗ്ഷൻ, നമ്മളുടെ ഒരു കല്യാണോ അതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് നമുക്ക് വളരെ വലിയ ഒരാൾ വന്നിട്ട് വളരെ വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തരാം. നമ്മൾ ആ ഗിഫ്റ്റ് എടുത്തിട്ട് വീടിന്റെ മൂലയിലേക്ക് വലിച്ചെറിയാം, അങ്ങോട്ട് തിരിഞ്ഞേ നോക്കുന്നില്ല എന്ന് വെക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരുന്നു നമ്മളെ അവസ്ഥ എന്ന്. നമ്മൾ നഷ്ടക്കാരാവൂല്ലേ? നമ്മൾ എന്തൊരു അഹങ്കാരികളായിരിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാണ് എൽമ നേടാനുള്ള അവസരം. രണ്ടാമത്തെ വളരെ വലിയൊരു ഗിഫ്റ്റാണ് തൗബ. നമ്മൾ മിക്കവാറും ഈ പറഞ്ഞ പോലെ ആ ഗിഫ്റ്റ് പെട്ടി വാങ്ങിയിട്ട് വീടിന്റെ ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ് നിൽക്കുന്നവരാണല്ലേ. ആരാ നഷ്ടക്കാര്? നമ്മള്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ കയ്യും തുറന്ന് കാത്തിരിക്കുക, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക, ഞാൻ സ്വീകരിക്കാം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇനി എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും, സുബ്ഹാനല്ലാഹ്, എത്ര വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും, എത്ര വലിയ മഹാപാപം ചെയ്തു കഴിഞ്ഞാലും, എത്ര പ്രാവശ്യം ചെയ്തു പോയാലും അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് നമുക്ക് ഖേദിച്ച് മടങ്ങാം. നമ്മൾ മരണത്തിന് മുമ്പല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുന്നേ ആണെങ്കിൽ. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല തവ്വാബാണ്, അല്ലേ? തവ്വാബ് നമ്മൾ പറഞ്ഞു, എത്ര വലിയ തിന്മയാണെങ്കിലും, എത്ര കാലം, എത്ര പ്രാവശ്യമാണെങ്കിലും, എത്ര ആളുകൾ ചെയ്തു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, 99 കൊലപാതകം ചെയ്ത ഒരാള് വീണ്ടും ഒന്നും കൂടെ ചെയ്ത് അവന് പൊറുക്കലിനെ തേടണം, അവന് പാപമോചനം തേടണം എന്ന് തോന്നിയപ്പോൾ അവൻ വേറൊരു നാട്ടിലേക്ക് പോവാണ്. ആ പോകുന്ന വഴിക്കാണ് അവൻ മരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ നാട്ടിലേക്ക് എത്താറാവുമ്പോഴാണ് അയാൾ മരിക്കുന്നത്. അവന്റെ മരണത്തിന് അവന്റെ റൂഹ് എടുത്തത് കാരുണ്യത്തിന്റെ മലായിക്കാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം. അപ്പം എന്ത് രീതിയിലുള്ള തിന്മ ചെയ്താലും, എത്ര തിന്മ ചെയ്തു കഴിഞ്ഞാലും, എത്ര കാലം ചെയ്തു കഴിഞ്ഞാലും, എത്ര ആളുകൾ ചെയ്തു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു തആല തവ്വാബാണ്, അള്ളാഹു അർ റഹീമാണ്.
നമ്മൾ അള്ളാഹുവിലേക്ക് ഒന്ന് തിരികെ വേണ്ടുള്ളൂ. നമ്മളുടെ തൗബ കൊണ്ട് അള്ളാഹു കാരുണ്യം കൊണ്ട് നമ്മളിലേക്ക് തിരിയും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ പശ്ചാത്തലം സ്വീകരിക്കുക മാത്രമല്ല, അള്ളാഹുവിന്റെ കാരുണ്യം അതിന്റെ കൂടെ വരികയാണ്, എക്സ്ട്രാ കിട്ടുകയാണ് അല്ലെ. നമ്മളൊരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാന്ന് വെച്ചാൽ എന്താണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ശരി ചെയ്തതിനല്ല അല്ലെ, നമ്മളൊരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആൻഡ് അള്ളാഹുവിന്റെ കാരുണ്യം തേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം തേടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വഴി ആദം അലൈഹിസ്സലാം ഉപയോഗിച്ച ആ വാക്കുകളാണ്. റബ്ബന ളലംന അൻഫുസന. അവിടെ ഏറ്റവും ആദ്യം അഡ്മിറ്റ് ചെയ്യാണ് അല്ലെ, റബ്ബേ ഞങ്ങൾ ഞങ്ങളുടെ നഫ്സിനോട് തന്നെ ദുൽമ് ചെയ്തു പോയി. കാരണം അള്ളാഹു ഏറ്റവും ആദ്യം കൊടുത്ത കൽപ്പനയാണ്, വലാ തഖ്റബാ ഹാദിഹി ഷജറത ഫതകൂന മിനൽ ളാലിമീൻ. നിങ്ങൾ ദുൽമ ചെയ്യുന്നവരിൽ പെട്ടുപോയേക്കാം. നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ റബ്ബന ളലംന അൻഫുസന, റബ്ബേ ഞങ്ങളൊരു ദുൽമ ചെയ്തു പോയി. ആ ഒരു പാപമോചനത്തിനുള്ള ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. അള്ളാഹു പഠിപ്പിച്ചതാണ്, നിങ്ങൾ ഇതുവഴി എന്നോട് പാപമോചനം തേടല്ലേ. അപ്പം പാപമോചനത്തിനുള്ള തൗബക്കുള്ള ഏറ്റവും ബെസ്റ്റ് വചനങ്ങൾ ഇത് തന്നെയാണ്. വേറെ ഒരുപാടുണ്ട്, എല്ലാം ഉപയോഗിക്കാം, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്തെന്ന് തെളിവുള്ള ദുആ ആണത് അല്ലേ. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ആൽ ഇമ്രാനിൽ ആയത്ത് 135 അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ വേറെ ആരുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ അള്ളാഹുവിന്റെ ഏറ്റവും 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 വലിയ ഗിഫ്റ്റുകളിൽ ഒന്നാണ് തൗബ. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ തെറ്റുകൾ ഇപ്പൊ ഓരോന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. ഈ ഒരു തഫ്സീറിന്റെ യാത്രയിൽ തന്നെ നമുക്ക്, എനിക്ക് തോന്നുന്നു, എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാനുണ്ടാവും. നമ്മൾ ഒരു പക്ഷെ തിരുത്താൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആക്ഷൻ പ്ലാൻ പ്രകാരം എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ആ തിരുത്താൻ വേണ്ടി എഴുതി വെച്ച കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തൗബ ചെയ്തോ? അതിനെ നമ്മൾ സീരിയസ് ആക്കി എടുത്തോ? ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് സീരിയസ് ആക്കി എടുക്കാൻ. എന്തുകൊണ്ടാണെന്നറിയോ? ഇബ്ലീസിന് ഇഷ്ടമില്ല. കാരണം ഇവിടെ തെറ്റ് ഇബ്ലീസും ചെയ്തിട്ടുണ്ട്, മലായിക്കത്തും ചെയ്തിട്ടുണ്ട്, ആദം അലൈഹിസ്സലാമും ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ ഒരു സിറ്റുവേഷനിൽ മലായിക്കത്തിന്റെ അടുത്ത് ആ തെറ്റ് പറ്റിയെന്ന് മനസ്സിലായപ്പം അവര് വേഗം അള്ളാഹുവിനെ സ്തുതിച്ച് അവരുടെ അറിവില്ലായ്മയെ ഏറ്റു പറഞ്ഞു. ആദം അലൈഹിസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു കൊടുത്ത പാപമോചനത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ച് ആദം അലൈഹി ഇസ്ലാമും തൗബ ചെയ്തും അടങ്ങി അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചു. പക്ഷെ ഇബ്ലീസ് അഹങ്കാരിയായിരുന്നു. അപ്പൊ ഇബ്ലീസിന് എന്താ ഇഷ്ടം? നമ്മൾ തൗബ ചെയ്യാതിരിക്കുന്നത്. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ നമ്മളെ തടയുന്നില്ല തൗബ ചെയ്യുന്നതിൽ നിന്ന്. ഒരുപക്ഷെ തെറ്റ് ചെയ്യുന്നത് തടയുന്നതിനേക്കാളും കൂടുതൽ ഇബ്ലീസ് തടയുക തൗബ ചെയ്യുന്നതിൽ നിന്നാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം കിട്ടാനുള്ള ഒരു വഴിയാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങൾ തിന്മ ചെയ്യാത്തവര് ഒരു ജനവിഭാഗം ആയാൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കംപ്ലീറ്റ് തുടച്ചു നീക്കിയിട്ട് തെറ്റ് ചെയ്യുകയും പാപമോചനം തേടുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. അള്ളാഹു അത്രയും ഇഷ്ടമുള്ള ഒരു വിഭാഗമാണ് തൗബ ചെയ്യുന്നവര്. നമ്മള് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, എന്നിട്ട് തെറ്റ് പറ്റിയാൽ അത് തിരുത്തൊക്കെ ചെയ്യും. പക്ഷെ തൗബ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും വലിയ 2 ഗിഫ്റ്റുകൾ നമ്മൾ ഇവിടെ പഠിച്ചു. ഇൽമ് നേടല്, തൗബ ചെയ്യലും. മുറുകെ പിടിക്കുക. ഈ 2 സാധനവും മുറുകെ പിടിക്കുക. കൂടെ നമ്മൾ പഠിക്കുന്ന ലെസൺസ് ഒക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ജന്നാത്തുൽ ഖുൽദില്, ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം കൊണ്ട് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട്. ആമീൻ. اللهم اهدني وسددني. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم.
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.